ഈ മത വിഭാഗങ്ങൾ, ഇപ്പോൾ പള്ളികളാണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും അവരൊക്കെ നമ്മുടെ ഈ ഇവിടുത്തെ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചിലർ മലയാളം പഠിപ്പിക്കുന്ന കോഴ്സുകൾ ചില സംഘടനകൾ നടത്തുന്നുണ്ട്, പള്ളികൾ വഴി നടത്തുന്നുണ്ട്, അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും അവിടുത്തെ കുട്ടികൾ എല്ലാവരും അതിൽ ഭാഗമാകാകുന്നില്ല. എങ്കിലും കുറേയൊക്കെ ഈ കുട്ടികളെ ഇതിലേക്ക് താല്പര്യം കാണിക്കുന്നുണ്ട്. ജോസ് കണിയാലി എന്ന വ്യക്തി നമ്മുടെ ഗ്രാമപ്രദേശത്ത് വളർന്ന് ഈ സംഘടനാ പ്രവർത്തനമൊക്കെ കാഴ്ചവെച്ച് അവിടെ നിന്നാണ് അമേരിക്കയിലേക്ക് ചേക്കേറിയത്. ഈ ഒരു കൾച്ചറൽ ഡിഫറൻസ് സ്വാഭാവികമായിട്ടും കാണുമല്ലോ, ഒരു പാശ്ചാത്യ സംസ്കാരവും നമ്മുടെ ഇന്ത്യൻ സംസ്കാരവുമായി. അതിന് എത്രമാത്രം അളവിലാണ് അങ്ങേക്ക് അനുഭവപ്പെട്ടത്, പ്രത്യേകിച്ച് ആ 88-ൽ അമേരിക്കയിൽ എത്തപ്പെടുമ്പോൾ? 88-ലെ ഇവിടെ നമ്മൾ സംഘടനാ രംഗത്ത് നിറഞ്ഞ ഒരു അവസരത്തിലാണ് അമേരിക്കയിലേക്ക് ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പം അവിടുത്തെ സ്ഥലം, പുതിയ സ്ഥലങ്ങൾ, ഭാഷ, കാലാവസ്ഥ, ഇതെല്ലാം നമുക്ക് പുതിയതാണ്. പിന്നെ പ്രത്യേകിച്ച് അവിടെ ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് നമ്മൾ പഠിക്കാൻ പോകണം, ജോലി എടുക്കണം. അപ്പൊ ആദ്യത്തെ ഒരു 2-3 വർഷം നമുക്ക് എല്ലാ അർത്ഥത്തിലും ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ക്രമേണ ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ ഒരു വലിയ സമൂഹം തന്നെ ഇപ്പൊ അവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു പറയുകയാണെങ്കിൽ 21 വർഷം കൊണ്ട് വാസ്തവത്തിൽ അവിടെയാണ് കൂടുതൽ പരിചയങ്ങൾ. എല്ലാം നമ്മുടെ മലയാളികളും സുഹൃത്തുക്കളും എല്ലാം ആയിട്ട് മാറി. ഒരു കേരളം പോലെ അവിടെ എവിടെ ചെന്നാലും ഇന്ത്യൻ സ്റ്റോർ വഴി കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. ഇവിടുത്തെ എല്ലാ ഇനങ്ങളും അവിടെ കിട്ടും. പിന്നെ പള്ളികൾ എല്ലാം ഉണ്ട്, പള്ളിയിൽ പോവാം. പിന്നെ മലയാളി സംഘങ്ങൾ വന്നതോടുകൂടി അതിനുള്ള കുറവില്ല. ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അവിടെ 2 മാസത്തോളം അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഓണം ആഘോഷിക്കുകയാണ്. ഓരോ സംഘടനയും ഓണം ആഘോഷിക്കും. അപ്പൊ ആ കാലയളവിൽ ഇവിടുന്ന് വരുന്ന നേതാക്കന്മാരൊക്കെ പറയും കേരളത്തിൽ പോലും ഇത്രയും വിപുലമായ ഓണാഘോഷമില്ല, കാരണം ഇവിടെ ഒരാഴ്ച കൊണ്ട് ഇതിന്റെ പരിപാടി തീരും. പക്ഷെ അവിടെ ഈ വീക്കെൻഡാണ് നമുക്ക് അവധി കിട്ടുന്നതുകൊണ്ട് കൂടുതലും ഓരോ സംഘടനക്കാരും ഓരോ വീക്കെൻഡ് സെലക്ട് ചെയ്താണ് ഓണാഘോഷം നടത്തുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥ വളരെയധികം ഡിഫറൻസ് ഉണ്ട് നമ്മുടെ അവിടെ നിന്നും. ഇത് നമ്മുടെ ജീവിത രീതി, അതോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരിക കൂട്ടായ്മയ്ക്കും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ? ഇപ്പൊ കാലാവസ്ഥ എന്ന് ഷിക്കാഗോ എന്ന് പറഞ്ഞാൽ ഷിക്കാഗോ, ന്യൂയോർക്ക്, ഫിലാഡൽഫിയൊക്കെ വളരെ സ്നോ, അപ്പം ജനുവരി മുതൽ മാർച്ച് വരെയൊക്കെ ഭയങ്കര തണുപ്പും സ്നോയും ഉള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ നമ്മൾ കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ ആ സിസ്റ്റവുമായിട്ട് നമ്മളങ്ങ് ബാധിച്ചു പോകും. ഇപ്പൊ അവിടെ ഒരുമാതിരി തണുപ്പിൽ നിന്നും വളരെ ചൂടേറിയ ഒരു കാലാവസ്ഥയിലേക്കാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കരമായിട്ട് ചൂടുള്ള ഒരു കാലാവസ്ഥ. വീണ്ടും നമ്മൾ ആ തണുപ്പിലേക്ക് തന്നെ ഇറങ്ങാം. അപ്പൊ അത് കുറെ നാൾ കൊണ്ട് നമ്മൾ അങ്ങ് പൊരുത്തപ്പെട്ടു പോകും. പക്ഷെ എത്രയായാലും നമ്മൾ കേരളത്തിൽ വളർന്നുകൊണ്ടും നമുക്ക് ഈ നാടിനോടുള്ള സ്നേഹം ഉള്ളതുകൊണ്ടും ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കതൊരു പ്രത്യേക സുഖമാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. ഇപ്പൊ രാഷ്ട്രീയ രംഗത്തെ അതികായനാണല്ലോ നമ്മുടെ മാണി സാറ്. മാണി സാറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ യുവജന നേതാവ് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച ആ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഈ സംഘാടനം, അതോടൊപ്പം തന്നെ സംഘടന എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇപ്പം പലയിടത്തും സംഘടനയിൽ എന്താ പറയുക, ഉൾ പാർട്ടി ശൈഥില്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ പരിഹരിക്കാം, എന്താണ് ഇതിന്റെ മൂല കാരണങ്ങൾ? എനിക്ക് തോന്നുന്ന സംഘടനകളുടെ നേതൃത്വത്തിൽ വരുന്ന വ്യക്തികളെ ആശ്രയിച്ചാണ് സംഘടനയുടെ മുന്നോട്ടുള്ള വളർച്ചയും തളർച്ചയും. ചില വ്യക്തികളെ ഏത് പ്രസ്ഥാനത്തിലേക്ക് വന്നാലും ആ സംഘടന അങ്ങ് വളരും. അവര് കഠിനാധ്വാനശീലരായിരിക്കും. ചിലരെന്ന് പറഞ്ഞാൽ നേതൃത്വത്തിൽ കയറിയിരിക്കും, അവർ ഒരു ജോലിയും ചെയ്യില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അണികൾക്ക് ജോലി ചെയ്യാനുള്ള ആവേശം കുറയും. അപ്പൊ അതുകൊണ്ട് കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും, പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുകയും പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലിയും സ്വീകരിക്കുകയാണെങ്കിൽ സംഘടനാ നേതൃത്വങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ്. അങ്ങ് ഇത്രയും നാളത്തെ അനുഭവം വെച്ചുകൊണ്ട് തന്നെ പുതിയ മേഖലകൾ കണ്ടെത്തി പുതിയ സംഘടനകൾക്ക് രൂപം നൽകുന്നുണ്ട്, അതനുസരിച്ച് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഇപ്പം പറഞ്ഞതുപോലെ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അണികളെ തന്നോടൊപ്പം നിർത്തുകയും ആശയങ്ങളിൽ അവരെ ആകർഷിക്കുകയും ചെയ്യാൻ കഴിവുള്ള വ്യക്തിയായിരിക്കുമല്ലോ. ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വളർത്തുവാൻ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോഗ്രാം ആസൂത്രണം ചെയ്യുന്നുണ്ടോ? ലീഡർഷിപ്പ് ഞാൻ വളർന്നത് ഇപ്പം ഞാനിവിടെ ഉണ്ടായിരുന്ന അവസരത്തിൽ കനാന കാത്തലിക് യൂത്ത് ലീഗിന്റെ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. എല്ലാ ഓണക്കാലത്തും ഒരാഴ്ചയോളം. അപ്പൊ അങ്ങനെ ഒരു 10-15 എല്ലാ വർഷവും ഞാനിതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ പ്രസംഗ പരിശീലനമുണ്ട്, മറ്റെല്ലാ രീതിയിലുള്ള പരിശീലനമുണ്ട്. അതിലൂടെയാണ് വാസ്തവത്തിൽ ഞാൻ എൻ്റെ ഒരു വ്യക്തിത്വം ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പൊ അങ്ങനെ ഏത് അവസരങ്ങൾ കിട്ടിയാലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പം അമേരിക്കയിലെ ഒരുപക്ഷെ ആ രീതിയിലില്ല, പക്ഷെ എങ്കിലും ഇത് മുമ്പേ പറഞ്ഞ പോലെയുള്ള ഈ സംഘടനകളുടെ ഓരോ ഭാരവാഹിത്വവും പ്രവർത്തന മേഖലയിലൂടെ നമുക്കത് വളർത്തിയെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. ഈ ഇത്രയും നാളത്തെ അനുഭവം വെച്ചുകൊണ്ട് ഒരു ഡ്രീം പ്രോജക്റ്റ്, പ്രത്യേകിച്ച് നമുക്ക് ഇത്രയും വിഷനുണ്ട്, ഒരു അന്യദേശത്ത് എന്നിട്ട് ഇത്രയും സംഘടനയുടെ അമരക്കാരനാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ടൊരു വിഷൻ കാണും. അങ്ങയുടെ ഡ്രീം പ്രോജക്റ്റ് എന്താണ്? ഡ്രീം പ്രോജക്റ്റ് ഇപ്പം അങ്ങനെ ഒരു വ്യക്തമായിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ഇന്ത്യ പ്രസ് ക്ലബിന്റെ ഒരു ദൗത്യമാണ്. അപ്പം ഏത് സംഘടനയുടെ നേതൃത്വം എടുത്താലും ആ സംഘടനയെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വളർച്ചയുടെ ഉച്ചകോടിയിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്.
ഇപ്പോഴത്തെ എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഈ സംഘടന ഈ ഒരു വർഷം കൂടി എനിക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ കാലാവധി ഉള്ളപ്പോൾ അതിലുള്ള അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകരെ എല്ലാം ഐക്യബോധത്തോടുകൂടി ഇതിൽ കൊണ്ടുവരികയും വരുംകാല നേതൃത്വങ്ങൾ വന്നു കഴിയുമ്പോൾ അവർക്ക് സുഗമമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഒരുക്കുക ഞാൻ ഇറങ്ങുമ്പോൾ. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു ഹാർഡ് വർക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ടീം എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഷിക്കാഗോയിലെ കൈരളി ടിവിയുടെ ശിവൻ മൊഹമ്മയുണ്ട്, ന്യൂയോർക്കിലെ ജോസ് കടാവറ ഉണ്ട്. ഇവരൊക്കെ കൈരളി ടിവിയുടെ ആൾക്കാരാണ്. അതുപോലെ കൈരളി ടിവിക്ക് ഒരു സുഗു നായരുണ്ട് ഇവിടെ. അപ്പം അങ്ങനെ എല്ലാ ചാനലുകളും ഇതിൻ്റെ സഹകരിക്കുന്നുണ്ട്. ഇപ്പം ന്യൂയോർക്ക് എൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് ടാജ് മാത്യു, മലയാളം പത്രം. അപ്പോൾ എനിക്കിലെ നല്ല ഒരു പത്രമാണ് മലയാളം പത്രം, ടാജ് മാത്യു. അപ്പം അങ്ങനെ ഇവരെല്ലാം ഈ നാട്ടിലും ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, അവിടെയും ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അങ്ങനെ ഒരു ടീം വർക്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഇന്ത്യ പ്രസ് ക്ലബ്ബ് മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണ്, എല്ലാ കാലത്തും പറഞ്ഞു കേൾക്കുന്ന ഒരു പരിഭവം തന്നെയാണ്. ഇത് ഏത് പരിധി വരെ നമുക്ക് മറികടക്കാൻ നടക്കും? ഒരു NRI അല്ലെങ്കിൽ ഒരു പ്രവാസി എന്നുള്ള